ഹായ് ഗൈസ് വെൽക്കം ടു ഷാൽ സ്റ്റഡീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കോമൺ ആയിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ജേണൽ എൻട്രീസിൻ്റെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ നമുക്ക് ചെറിയ കുറച്ച് ട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കിതിനെ ഈസി ആക്കാം എന്നുള്ള കുറച്ചൊരു ഐഡിയ കിട്ടും. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് വൺ ഇസ് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ₹1,50,000. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലോട്ട് കുറച്ച് പൈസ നമ്മൾ കൊണ്ടുവരും. അതേ നമ്മൾ എന്താ പറയുക, ക്യാപിറ്റൽ. യെസ്, ക്യാപിറ്റൽ ഇവിടെ ഇൻക്രീസ് ആവുകയാണ്, ക്യാഷ് ഇവിടെ ഡിക്രീസ് ആവുകയാണ്. ഓക്കെ, ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ എമൗണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസിൽ എഴുതും. അതുപോലെ നരേഷൻ വരുന്നത് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. നെക്സ്റ്റ് വൺ ഇസ് ഗുഡ്സ് പർച്ചേസ്ഡ് ഇൻ ക്യാഷ് ₹30,000. ബിസിനസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പർച്ചേസ് അക്കൗണ്ട് വരുമ്പോൾ ഇവിടെ പർച്ചേസസ് ഇൻവോൾവ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് വരും. അങ്ങനെ പർച്ചേസ് അക്കൗണ്ട് വരുമ്പോൾ അതിന് നമ്മളെപ്പോഴും ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷനാണ് നടന്നിട്ടുള്ളത്, അതുകൊണ്ട് പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് 30,000 നമ്മൾ ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും എഴുതുന്നു. അതുപോലെ നരേഷൻ വരുന്നത് ഗുഡ്സ് പർച്ചേസ്ഡ് ഇൻ ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം റാം 30,000. ഇവിടെ ക്യാഷിനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ, അതിന് പകരം ഒരാളുടെ പേരാണ് തന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റാമിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, നമുക്ക് ഗുഡ്സ് കിട്ടി, പക്ഷെ നമ്മളതിൻ്റെ ക്യാഷ് പേ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റിനെയാണ് നമ്മളത് വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് റാം എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്ററാണ്. ഇവിടെ റാമിൻ്റെ നെയിം ഡയറക്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് ജേണൽ എൻട്രി വരുന്നത് പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റാം അക്കൗണ്ട്. ഫൈൻ. നരേഷൻ വരുന്നത് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഓർ ഓൺ അക്കൗണ്ട് ₹30,000. ഇവിടെ നമുക്ക് ആളുടെ പേരല്ല തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്ററിൻ്റെ പേരല്ല തന്നിരിക്കുന്നത്, ജസ്റ്റ് ഓൺ ക്രെഡിറ്റ് എന്ന് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി വരുന്നത് പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ ഇസ് സോൾഡ് ഗുഡ്സ് ഇൻ ക്യാഷ് ₹50,000. ഇവിടെ സെയിൽസ് ആണ് സംഭവിക്കുന്നത്, നമ്മളത് സെല്ല് ചെയ്യാണ്. നേരത്തെ നമ്മൾ പർച്ചേസസ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിനെ എപ്പോഴും ക്രെഡിറ്റ് ചെയ്യും. ഫൈൻ. ഇവിടെ ക്യാഷ് സെയിൽസ് ആണ് നടക്കുന്നത്, സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് അക്കൗണ്ട്. നരേഷൻ ഇസ് ഗുഡ്സ് സോൾഡ് ഓൺ ക്യാഷ്. നമ്മൾ എമൗണ്ട് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും എഴുതും. നെക്സ്റ്റ് വൺ ഇസ് സോൾഡ് ഗുഡ്സ് ടു സാം ₹50,000. ഇവിടെ സാമിന് നമ്മൾ ഗുഡ് സെല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഗുഡ് നമ്മൾ കൊടുത്തു, പക്ഷേ ക്യാഷ് നമുക്ക് കിട്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റിനാണ് ആ ഗുഡ് സോൾവ് ചെയ്തത്. ഫൈൻ. അപ്പം നമുക്ക് ഈ കേസിൽ സാം നമ്മുടെ ഡെറ്ററാണ്. ഫൈൻ. ജേണൽ എൻട്രി വരുന്നത് സാം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് 50,000 നമ്മൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതി. അതുപോലെ നരേഷൻ വരുന്നത് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. നെക്സ്റ്റ് വൺ ഇസ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 50,000. ഇവിടെയും ക്രെഡിറ്റ് സെയിൽസ് ആണ് നടക്കുന്നത്, പക്ഷേ നമ്മൾ ഡെറ്ററിൻ്റെ പേര് ഡയറക്റ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് അക്കൗണ്ട്. വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ₹2,000. ഇവിടെ സ്റ്റേഷനറി എന്ന സാധനം ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനൊരു അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യണം. ഫൈൻ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും ജേണൽ എൻട്രി? സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് 2,000 വെച്ചിട്ട് നമ്മുടെ ഡെബിറ്റിലും ക്രെഡിറ്റിലും കാണിച്ചു. അതുപോലെ നരേഷൻ വരുന്നത് പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഫോർ ക്യാഷ്. നെക്സ്റ്റ് വൺ ഇസ് ഫർണിച്ചർ പർച്ചേസ് ഫോർ ക്യാഷ് ₹10,000. നേരത്തെ കേസ് പോലെ തന്നെയാണ്, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അതുപോലെ എമൗണ്ട് 10,000 and 10,000 ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ്. നെക്സ്റ്റ് വൺ ഇസ് പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ഇൻ ക്യാഷ് ₹12,000. വർക്കേഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തതിൻ്റെ സാലറി നമ്മൾ കൊടുക്കുകയാണ്, പേയ്മെൻറ്റ് ചെയ്യാണ്. ഓക്കെ, ക്യാഷാണ് ചെയ്യുന്നത്, സോ സാലറീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. 12,000 ഡെബിറ്റിലും 12,000 ക്രെഡിറ്റിലും കാണിച്ചു. പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ആണ് നരേഷൻ വരുന്നത്. ഫൈൻ. നെക്സ്റ്റ് വൺ ഇസ് റെൻറ്റ് പെയ്ഡ് ഇൻ ക്യാഷ്. അതുപോലെ തന്നെ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അതിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 5,000 നമ്മൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും കാണിച്ചു. നരേഷൻ വരുന്നത് റെൻറ്റ് പെയ്ഡ്. നെക്സ്റ്റ് വൺ ഇസ് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ₹35,000. നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ് ബാങ്കിൽ. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് വരുന്നത്, ബാങ്ക് അക്കൗണ്ടിൽ അത് എമൗണ്ട് കൂടുകയാണ്. ക്യാഷ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷിലുള്ള എമൗണ്ട് കുറയാണ്. ഫൈൻ. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്? 35,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും നമ്മൾ കാണിക്കും. നരേഷൻ വരുന്നത് ഓപ്പൺ ദി ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ ഇസ് വിഡ്രോവൽ ഓഫ് ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് പർപ്പസ് ₹5,000. ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് തിരിച്ചെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ കേസിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റാണ് വരിക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് എഴുതി. അതുപോലെ നരേഷൻ വരിക വിഡ്രോവൽ ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് യൂസ്. നെക്സ്റ്റ് വൺ ഇസ് ക്യാഷ് വിഡ്രോൺ ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസസ് ₹5,000. ഇവിടെ ക്യാഷ് വിഡ്രോവൽ സെയിം ആണ്, പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്തത്. അപ്പോൾ നമുക്ക് വരിക ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്.
ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ അതിന് ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വിഡ്രോവൽ ഫ്രം ബാങ്ക് ഫോർ ഹൗസ് ഹോൾഡ് ഓർ പേഴ്സണൽ യൂസ്. നേരത്തെ നമ്മൾ ക്യാഷ് ആയിട്ടാണ് പിൻവലിച്ചത്, ഇവിടെ നമ്മൾ ബാങ്കിലാണ് പിൻവലിക്കുന്നത്, ഡയറക്റ്റ് ഫ്രം ബാങ്ക്. ആ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ ഇസ് റിസീവ്ഡ് എ ചെക്ക് ഓഫ് ₹1 lakh ഫ്രം പ്രിയ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചെക്ക് എന്ന വേർഡ് നമ്മൾ കാണുമ്പോൾ അത് ബാങ്കുമായിട്ട് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രിയ അക്കൗണ്ട്, ഇതാണ് ജേണൽ എൻട്രി വരുന്നത്. എമൗണ്ട് 1 lakh വെച്ചിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും കാണിച്ചു. നരേഷൻ ഇസ് ചെക്ക് റിസീവ്ഡ് ഫ്രം പ്രിയ. നെക്സ്റ്റ് വൺ ഇസ് ചെക്ക് ഗിവൺ ടു പ്രിയ ₹1 lakh. ഇത് നമ്മൾ പ്രിയയ്ക്ക് അങ്ങോട്ട് ചെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും, നേരത്തെ കേസിൽ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി പ്രിയ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക് ₹6,000. ബൈ ചെക്കാണ് കേട്ടോ, സോ ബാങ്കാണ് വരുന്നത്. ഇൻഷുറൻസ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയം ആണെന്ന് മനസ്സിലാക്കുക. ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് നമ്മൾ അടയ്ക്കില്ലേ, മന്ത്ലി അല്ലെങ്കിൽ ഇത്ര കാലത്തിന് വെച്ചിട്ട് നമ്മൾ അടയ്ക്കില്ലേ. ഓക്കെ, അതാണ് ഇൻഷുറൻസ് പ്രീമിയം. സോ ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് ആയിട്ടുള്ള 6,000 നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും കാണിച്ചു. നരേഷൻ വരുന്നത് പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ബൈ ചെക്ക്. നെക്സ്റ്റ് വൺ ഇസ് കമ്മീഷൻ പെയ്ഡ് ബൈ ചെക്ക്. അഗെയിൻ ചെക്കാണ് വരുന്നത്, സോ ബാങ്ക് അക്കൗണ്ടാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് ആയിട്ടുള്ള 3,000 നമ്മൾ കാണിച്ചു. അതുപോലെ നരേഷൻ വരുന്നത് കമ്മീഷൻ പെയ്ഡ് ബൈ ചെക്ക്. കമ്മീഷൻ നമ്മൾ ക്യാഷിലാണ് കൊടുത്തതെങ്കിൽ, ചെക്ക് വഴിയല്ല എങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക, ജേണൽ എൻട്രി കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നായിരിക്കും നമ്മൾ എഴുതുക. നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്. ക്യാഷിലാണ് കേട്ടോ, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്, എമൗണ്ട് ആയിട്ടുള്ള 1,200 നമ്മൾ കാണിച്ചു. നരേഷൻ വരുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഓക്കെ, ഇനി നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തിനായിരിക്കും ഡെബിറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, അതുപോലെ തന്നെ ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഫൈൻ. നെക്സ്റ്റ് വൺ ഈസ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹10,000 ഗിവൺ ആസ് ചാരിറ്റി. ചാരിറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പൈസ വാങ്ങാതെ അല്ലേ. അപ്പോൾ നമുക്കവിടെ സെയിൽസ് നടന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പേർച്ചേസിന് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം അല്ലേ. സാധാരണ പേർച്ചേസ് നമ്മൾ എപ്പോഴും ഡെബിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്കൊരു സെയിൽസ് നടക്കാത്തത് കൊണ്ട് സെയിൽസ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ പേർച്ചേസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫൈൻ. ചാരിറ്റി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പേർച്ചേസ് അക്കൗണ്ട്, എമൗണ്ട് ആയിട്ടുള്ള 10,000 നമ്മൾ എഴുതി. ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റിയാണ് നമ്മുടെ നരേഷൻ വരുന്നത്. പേർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ് ഗുണം, നമുക്കവിടെ ചിലവ് വന്നു എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ ഇസ് സാലറി ഓഫ് ₹5,500 ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന സാലറി നമ്മൾ കൊടുത്തില്ല. അപ്പോൾ നമുക്കിനി ഭാവിയിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ജേണൽ എൻട്രി വരുന്നത് സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്. ഓക്കെ, എമൗണ്ട് ആയിട്ടുള്ള 5,500 നമ്മൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും കാണിച്ചു. നരേഷൻ വരുന്നത് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഫൈൻ. നെക്സ്റ്റ് വൺ ഇസ് പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് ₹2,30,000 ബൈ പേയിങ് 30,000 ക്യാഷ് ഇമ്മീഡിയറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ടോട്ടൽ എമൗണ്ട് 2,30,000 ആണ്. അതിൽ 30,000 മാത്രമാണ് നമ്മൾ ക്യാഷ് ആയിട്ട് അപ്പോൾ തന്നെ പേ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ക്രെഡിറ്റിനെ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എങ്ങനെ നോക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റഡ്, ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 2,30,000 ടു ക്യാഷ് എത്ര പേ ചെയ്തത് 30,000. അഗെയിൻ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ബാക്കി വന്നിട്ടുള്ള 2,30,000 നിന്നും 30,000 മൈനസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള 2 lakh നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്യാണ്. ക്ലിയർ അല്ലേ. രണ്ട് ജേണൽ എൻട്രി മിക്സ് ചെയ്ത പോലൊരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. നമുക്ക് നരേഷൻ വരുന്നത് പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ബൈ 30,000 ഇൻ ക്യാഷ് ആൻഡ് ബാലൻസ് ഓൺ ക്രെഡിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഗുഡ്സ് സോൾഡ് ഫോർ 70,000 ഇൻ ക്യാഷ് ആൻഡ് 30,000 ഓൺ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 70,000 നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തു, 30,000 നമുക്ക് പേ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് വരും, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 70,000, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു സെയിൽസ് അക്കൗണ്ട്, ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 70,000 പ്ലസ് 30,000 1 lakh. ഇവിടെ നമുക്ക് ടോട്ടൽ എമൗണ്ട് അല്ല തന്നിരിക്കുന്നത്, ക്രെഡിറ്റിലും ക്യാഷിലും എത്രയാണെന്നാണ് സെപ്പറേറ്റ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ട് സെയിൽസ് അക്കൗണ്ടിൽ കാണിച്ചത്. ക്ലിയർ അല്ലേ. നരേഷൻ വരുന്നത് ഗുഡ് സോൾഡ് ഫോർ ക്യാഷ് ഫോർ 70,000 ആൻഡ് റെസ്റ്റ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് കുറച്ച് കോമൺ ജേണൽ എൻട്രീസ് ആണ് കണ്ടത്. ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.